ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്ക് ഇവിടെ സുഖമാണ് കേട്ടോ, അൽഹംദുലില്ലാ. നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കി. ഇന്നലത്തെ വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണുമ്പോൾ ലൈക്കും സബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. ഇന്നലെ വൈകുന്നേരത്തെ വിശേഷങ്ങളായിട്ട് കാണിക്കുന്നത്. രാവിലത്തെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. രാവിലെ പിന്നെ അങ്ങനെ കറണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോവുക വരിക അങ്ങനെയൊക്കെ ഉള്ള ഓരോ പ്രശ്നങ്ങളായിരുന്നു. പിന്നെ ചോറും കറിയൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുത്തുക്കാണ്ട് നമ്മൾ മഴയൊക്കെ ആകുമ്പോൾ എളുപ്പം റെഡിയാക്കിയിട്ട് പണിയൊക്കെ കഴിഞ്ഞാണ്ട് അകത്ത് പോയിരിക്കാമെന്ന് നോക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും എടുക്കാമെന്നിട്ടുണ്ടായിരുന്നില്ല. കറണ്ട് ഇല്ലാതാവുമ്പോൾ പിന്നെ വെളിച്ചം ഉണ്ടാവില്ല കേട്ടോ. ഇപ്പോഴും അതിൻ്റെ ഇടയിൽ കറണ്ട് വന്ന സമയത്ത് നമ്മൾ മെഷീനിലൊന്ന് തിരുമ്പാൻ വേണ്ടി വന്നതാണ്. തിരുമ്പിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു പ്രാവശ്യം തിരുമ്പിയിട്ടുണ്ടായിരുന്നു. ഒന്നും കൂടി വെള്ളമാക്കിയിട്ട് ഒന്നും കൂടി അത് കറക്കുക, പിന്നെ അതുപോലെ ഉണക്കാനൊക്കെ നോക്കുക. അപ്പോൾ ഉണക്കാൻ വേണ്ടിയിട്ട് ഇട്ട സമയത്ത് തന്നെ പിന്നെയും കറണ്ട് പോയിട്ടോ. അപ്പോൾ ഈ ഒരു മഴ ആകുമ്പോഴുള്ള അവസ്ഥ എങ്ങനെയാട്ടോ. അപ്പോൾ ഞങ്ങളെ സ്ഥിതി ഇങ്ങനെയാണ്. മഴക്കാലത്ത് നമുക്ക് ഇടാനൊന്നും സ്ഥലമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അടുക്കളയിൽ ഇങ്ങനെ അയൽ കെട്ടിക്കാണ്ട് ഇട്ടുകൊടുക്കലാണ്. പിന്നെ അകത്തൊക്കെ ഇടും. അകത്ത് രാത്രി ആകുമ്പോൾ അകത്തൊക്കെ എടുത്തിടലാണ്. അപ്പോൾ മെഷീനിൽ ഉണക്കാൻ നോക്കിയിട്ട് തന്നെ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇനി മതിയെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിന് എടുത്തിട്ട് റെഡിയാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തെ വിശേഷങ്ങൾ വീഡിയോയിൽ ഒരു ദിവസം കാണിക്കലില്ലല്ലോ. എന്നും രാവിലെ തൊട്ട് ഉച്ചവരെയുള്ള എല്ലാം എടുക്കലുള്ളൂ എന്ന് വിചാരിച്ചിട്ട് വൈകുന്നേരത്തെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ്. അപ്പോൾ വൈകുന്നേരത്ത് എന്ന് പറഞ്ഞാൽ മഴക്കാലമാകുമ്പോൾ ഇതൊക്കെയുണ്ട് അവസ്ഥ. അല്ലെങ്കിൽ നമ്മൾ വൈകുന്നേരം ചായയും കടിയൊക്കെ ഉണ്ടാക്കി എന്തെങ്കിലും കടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതുണ്ടാവും. അല്ലെങ്കിൽ ബേക്കറി കൂട്ടിയിട്ട് ചായ കൂടി അങ്ങനെ വൈകുന്നേരത്തിന് രാത്രിക്കൊക്കെ എന്തെങ്കിലും കൂട്ടാണ്ടാക്കുക ഉണ്ടെങ്കിൽ അത് അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെയാണ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ മഴക്കാലമാകുമ്പോൾ തന്നെ രാവിലെ തിരുമ്പിയിട്ടുണ്ടെങ്കിൽ നല്ല വെയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെയൊക്കെ തിരുമ്പിക്കാണ്ട് പിന്നെ വെയിലത്തൊക്കെ ഇടൽ ചെയ്യാം. അപ്പോൾ ഈ മഴ ആവുന്ന സമയത്ത് ഇതുപോലെ മെഷീനിലിട്ട് തിരുമ്പുമ്പോൾ പിന്നെ ഇനി എപ്പോഴായാലും കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ തന്നെ ഇടൂട്ടോ. തിരുമ്പൽ കഴിഞ്ഞാലും അപ്പോൾ കറണ്ട് ഉള്ള സമയം നോക്കിയിട്ടാണ്ട് എളുപ്പം തിരുമ്പും. അല്ലാന്നുണ്ടെങ്കിൽ കറണ്ട് അങ്ങനെ തീരില്ല എന്നുണ്ടെങ്കിൽ കല്ലുമ്മലാണ്ട് തിരുമ്പുട്ടോ. അപ്പോൾ കല്ലുമ്മ ഫുള്ളായിട്ട് ഇപ്പോൾ തിരുമ്പാതെ അങ്ങനെ മെഷീനിൽ തിരുമ്പാണ്. കല്ലുമ്മ തിരുമ്പുമ്പോൾ തന്നെ മഴയൊക്കെ അങ്ങനെ കൊണ്ടിങ്ങനെ നിന്നിട്ട് പിന്നെ നമുക്ക് അധികം അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അതും വലിയ പാടല്ല. അപ്പോൾ ഇതാ ഒക്കെ ഒന്ന് ഞാനിതാ അടുക്കളയിലായാലും തന്നെ ഒക്കെ ഒന്ന് തോരട്ട് വന്നിക്കണ്. അപ്പം ഇനി വൈകുന്നേരം ചായക്കുള്ളൊരു ചെറിയൊരു കടി ഉണ്ടാക്കിയാണ്. അപ്പോൾ അത് തേങ്ങ ഒന്ന് വറുത്തെടുക്കാൻ കേട്ടോ. കുറച്ച് നെയ്യ് ഒഴിച്ചിങ്ങാണ്ട് അപ്പോൾ കുയ്യപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുയ്യപ്പോൾ റവയും മൈദയും കൂടി വെച്ചിങ്ങാണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് റവയും മൈദയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം ഭയങ്കര മഴയാണ് കേട്ടോ. വൈകുന്നേരം എന്നല്ല എപ്പോഴും മഴ തന്നെയാണ്. എന്നാലും ഉച്ചയ്ക്ക് ശേഷം നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല തണുപ്പാണല്ലോ. അപ്പോൾ നല്ല ചൂടുള്ള കട്ടൻ ചായൻ്റെ കൂടെ എന്തെങ്കിലും ഒരു കടി ഉണ്ടെങ്കിൽ ഒരു നല്ലതല്ല. കുട്ടികൾക്കൊക്കെ വിശപ്പുമാണ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ചോറുന്നാലും വൈകുന്നേരം ആകുമ്പോഴത്തേനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കടി വേണം, അവർക്ക് വിശപ്പാണ്. അപ്പോൾ ചില ദിവസങ്ങളിൽ എന്തെങ്കിലും ഒരു കടി ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ എണ്ണക്കടി അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു കടി ഉണ്ടാക്കും. അല്ലെങ്കിൽ പിന്നെ അവൽ മിക്സർ എന്തെങ്കിലും നുറുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കൂട്ടിയിട്ടൊക്കെ ചായ കുടിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കുയ്യപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് റവയും മൈദയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടും പകുതിയായിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിക്ക് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഒഴിച്ചിട്ട്. അപ്പോൾ ഒരു 1.5 ശർക്കര എടുത്തിട്ടുള്ളത്. അപ്പോൾ മൈദ ഞാൻ അളവൊന്നും എടുക്കാതെ തന്നെ രണ്ടും പകുതിയായിട്ട് സുമാറായിട്ട് കവർന്ന് തന്നെ അങ്ങനെ എടുത്തിരിക്കുകയാണ്. പിന്നെ അതിക്കൊരു നുള്ള ഉപ്പും കൂടി ഇട്ടുകാണ്ട് ശർക്കരപ്പാനി ഒഴിച്ചിങ്ങാണ്ടാണ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ശർക്കരപ്പാനി ഒരു ഇളം ചൂടുള്ളൂട്ടോ. ചൂട് എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ചൂടാറിയതിന് ശേഷമാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഉണ്ടാവുമല്ലോ നല്ല തണുപ്പല്ലേനും അങ്ങനത്തെ ഒരു ഇതിൽ എന്നിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ കുറച്ച് വെള്ളം കൂടി കുറവായിരുന്നു. അപ്പം ലേശം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തുകൊണ്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. അപ്പോൾ റവ ഇങ്ങനെ പുതിർന്ന് വരുമ്പോൾ ഒന്നും കൂടി ഇങ്ങനെ കട്ട് ചെയ്ത് വരും. അപ്പോൾ എടുത്ത് വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. പിന്നെ നമ്മളിതിങ്ങനെ കലക്കിയെടുത്തപ്പോൾ അതിലെന്താണെന്ന് വിചാരിച്ചു. അപ്പോൾ പുതിയ മൈദ റവൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതിങ്ങനെ പഴങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് അതിലെന്തെങ്കിലുമൊക്കെ പുഴുക്കളോ എന്തെങ്കിലുമൊക്കെ വരും കേട്ടോ. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒന്ന് തരിച്ചെടുക്കുക. അപ്പോൾ അതിലൊരു കരട് വീണതായിരുന്നു, അപ്പോൾ ഒന്ന് എടുത്തിട്ടതാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം നമ്മളിതാ ഈ തേങ്ങ വറുക്കണ കൂട്ടത്തിൽ എള്ളും കൂടി ഇട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നെയ്യപ്പത്തേക്കാണെങ്കിലും കുയ്യപ്പത്തേക്കാണെങ്കിലൊക്കെ അങ്ങനെ ചെയ്യലുണ്ടാവും. ചില സമയത്ത് നമ്മൾ തേങ്ങ ചിരകിയിടും കേട്ടോ. അപ്പോൾ എങ്ങനെയാണെങ്കിലും കുട്ടികൾക്ക് കുഴപ്പമൊന്നുമില്ല, കഴിക്കാനൊക്കെ നല്ല ഇഷ്ടമാണേനും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുമ്പോൾ നല്ല രുചി ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പരിപാടിക്കോ ഇനിയിപ്പോൾ ആർക്കെങ്കിലും കൊണ്ടാണെങ്കിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയാലും മതിയിട്ട് അടിപൊളിയാണ്. നമ്മൾ പച്ചരി അരക്കണം എന്നൊന്നുമില്ല, അതുപോലെ വെള്ളത്തിലിട്ട് കുതിർത്തിട്ടില്ലല്ലോ. കുയ്യപ്പം എങ്ങനെ ഉണ്ടാക്കുകയെന്നൊന്നും വിചാരിക്കേണ്ട, അങ്ങനെയൊക്കെ ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ്. അങ്ങനെ ഉണ്ടാക്കണവരുണ്ടാവും, അറിയണവരുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനൊന്ന് പറഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് ഇതുപോലെ ഉണ്ടാക്കലുണ്ട് നെയ്യപ്പം.
കുയ്യപ്പൊക്കെ ആയിട്ട് ഇതുപോലെ ഉണ്ടാക്കും കേട്ടോ. നമ്മൾ പച്ചരിയോ അരച്ചിട്ടോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ റവയും മൈദയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കലുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ ഗ്യാസുമ്മ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഗ്യാസിൻ്റെ അടുപ്പുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര ഇതായിട്ട് ഒന്നിങ്ങോട്ട് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്നാട് അപ്പുറത്തേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ അടുപ്പം വെത്തത്. അപ്പം ഇനി ഇതും അത് മാറ്റിയെടുക്കാണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ വെക്കണ നമ്മളെ പാത്രം വെക്കുന്ന സാധനം ഉണ്ടല്ലോ അത്. അപ്പം നമ്മൾ കുയ്യപ്പച്ചട്ടി കുറച്ച് പഴക്കമുള്ളതാണ്. അത് നോൺ സ്റ്റിക്കാണ്. അല്ല നോൺ സ്റ്റിക്ക് അല്ല കേട്ടോ, ഇൻഡാലിയ ഉണ്ടല്ലോ അതാണ് കേട്ടോ. അപ്പോൾ അത് എത്ര കഴുകിയെടുത്താലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അത് നമ്മൾ ഈ അടുപ്പത്ത് വെച്ചിട്ട് ഇങ്ങണ്ട് തീ ആളിയിട്ടൊക്കെ കണ്ട് വന്നിട്ടുള്ള അങ്ങനെയായിട്ട് സംഭവം. അപ്പം നമ്മളെ വീട്ടിൽ നിന്ന് മുത്തച്ഛൻ്റെ വീട്ടിലേക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കുറച്ചൊക്കെ ഒരു അധികം പഴക്കമില്ലേനും എന്നാലോ കുറച്ചൊന്നും പഴക്കമുണ്ടേനും അങ്ങനെ ഉണ്ടോ. അപ്പോൾ ഇതാ നമ്മൾ ചെറിയ കുയ്യപ്പാണ് ഇതിലുണ്ടാവും ചെയ്യുക. പിന്നെ കൂടുതലൊന്നും ചുട്ടെടുക്കാനും പറ്റില്ല. അപ്പം നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ ഒരു ചട്ടി ഇങ്ങനത്തെ കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതുണ്ടല്ലോ ഇപ്പോൾ കുയ്യപ്പം ഉണ്ടാക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ എന്താ എൻ്റെ മോള് കണ്ടില്ലേ, അതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് ഇളക്കി കൊടുക്കണം എന്ന് പറഞ്ഞാൽ വന്നിക്കുകയാണ്. അപ്പോൾ ഓൾക്ക് ഞാൻ ആ പാത്രം നീക്കി വെക്കും, ഓൾ ഇങ്ങോട്ട് തന്നെ വലിച്ചെടുക്കും കേട്ടോ. അപ്പോൾ അംഗനവാടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അംഗനവാടിയിൽ നിന്നൊക്കെ വന്നതാണ്. അപ്പോൾ നല്ല മഴയും കാര്യമൊക്കെയാണ് കേട്ടോ. അപ്പോൾ വരുന്ന സമയത്ത് അങ്ങനെ മഴ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഓൾക്ക് ഇപ്പോൾ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. മഴ ഉള്ള സമയമാകുമ്പോൾ കുട ചൂടി പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ പോണ സമയത്തും മഴ ഉണ്ടായിരുന്നില്ല. കുട ചൂടാവാൻ കൈ പിടിച്ചിട്ടാണ് പോയത് കേട്ടോ. വരുന്ന സമയത്തും അതുപോലെ മഴ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് കുട ചൂടിയിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പം ഭയങ്കര മഴയാണ്, ഓവറായി പെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് ഇതിൽ ഇടുകയെന്നുണ്ടെങ്കിൽ പിന്നെ വോയിസ് ഒന്നും കേൾക്കില്ല. അമ്മയടുത്ത മഴേൻ്റെ സൗണ്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് ഈ ഷീറ്റ് മുകളിൽ ഇട്ടിട്ടുള്ള കാരണം അതിൻ്റെ മുകൾക്ക് മഴ പെയ്യുമ്പോൾ പ്രത്യേക ഒരു സൗണ്ട് ഉണ്ടാവും. ഈ വാർപ്പിൻ്റെ വീട് അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇത്ര മഴൻ്റെ സൗണ്ട് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് നമ്മളെ ഈ ഷീറ്റിൻ്റെ മുകളിലൊക്കെ വെള്ളം ഇങ്ങനെ വെക്കുന്ന സമയത്ത് നല്ല സൗണ്ടായിരിക്കും. എല്ലായിടത്തും നല്ല കാറ്റും മഴയൊക്കെയാണ് ഈ കാര്യം. എല്ലാവരും നല്ല സേഫായിട്ടിരുന്നോളി. പിന്നെ കുട്ടികളൊന്നും പുറത്തേക്കൊന്നും വല്ലാതെ വിടണ്ട. അപ്പോൾ എല്ലായിടത്തുമൊക്കെ വെള്ളമൊക്കെ നിറഞ്ഞ് നിൽക്കണ ഒരു സമയമാണല്ലോ അല്ലേ. പിന്നെ ഇനി സ്കൂൾ തുറക്കുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേന് മഴയൊക്കെ ഒന്ന് കുറയുമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ മഴ നിൽക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഭയങ്കര ബേജാറാണല്ലേ, മക്കൾ സ്കൂളിൽ മദ്രസയിലൊക്കെ പോകുമ്പോൾ. ഇതുവരെ പിന്നെ കുട്ടികൾക്ക് സ്കൂളില്ലാതൊക്കെ ആയിരിക്കും, വീട്ടിലുണ്ടാകുമ്പോൾ ഒരു സമാധാനമായിരുന്നു. ഇനി സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലെ മഴ ഉണ്ടാകുമ്പോൾ നമുക്കുള്ള സമാധാനം ഉണ്ടാവില്ലല്ലേ. അപ്പോൾ മെയിനായിട്ട് എല്ലാവർക്കും ഉള്ള പ്രശ്നം എന്താവും, ഡ്രസ്സുകൾ ഉണങ്ങാത്ത പ്രശ്നങ്ങളാവും. കാരണം വെയിലില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ദിവസവും 2 ദിവസമല്ല ഇതുപോലെ മഴ നിൽക്കുന്നത്. ഒരുപാട് ദിവസമായില്ല, 5-8 ദിവസത്തോളമായി ഇതുപോലെ മഴ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഡ്രസ്സുകളൊക്കെ ഉണങ്ങാനുള്ള പ്രശ്നം തന്നെ ആവും. അപ്പോൾ മെഷീനുള്ളത് ഇപ്പോൾ ഭയങ്കര ഒരു ഭാഗ്യമാണെന്ന് വിചാരിക്കുകയാണ് കേട്ടോ, അന്ന് വാങ്ങിയത് കാരണം. അപ്പോൾ അന്ന് വാങ്ങിയത് എന്ന് പറഞ്ഞാൽ മോളെ വയറ്റിലുള്ള സമയത്ത് നമുക്ക് റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയപ്പോൾ അന്ന് വയ്യാഞ്ഞിട്ട് വാങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഉപകാരപ്പെട്ട സമയം ഇപ്പോഴാണ് ഉണക്കാൻ വേണ്ടിയിട്ട്. കാരണം അലക്കൽ നമ്മൾ കല്ലുമ്മ അലക്കിയാലും അത് ഉണക്കിയെടുക്കാനായിട്ട് ഭയങ്കര പ്രയാസം. അപ്പോൾ ഉണക്കിയെടുക്കാൻ തന്നെ നമുക്ക് സൈഡായാലും ഒരായാലും ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങി കിട്ടില്ല. എത്ര ദിവസം അങ്ങനെ കിടന്നാലും അങ്ങനെ കിടക്കും. പിന്നെ അതിൽ ഒന്നും കണ്ട് ഫുള്ളായിട്ട് ഉണക്കിയിട്ടില്ലെങ്കിലും അത്യാവശ്യം വെള്ളമൊക്കെ ഒന്ന് ചോർത്തിയെടുത്താൽ അകത്ത് ഫാനൊക്കെ ഒന്ന് ഇട്ടുകൊണ്ട് നമ്മളെ റൂമിലുള്ള സ്ഥലത്തൊക്കെ തൂക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉണങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ മെഷീനൊക്കെ ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര പാട് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ വലിയത് തിരുമ്പാനും അങ്ങനെയുള്ളതിനൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ ഒരു കൈ കടച്ചിലുണ്ടായിരുന്നു, ഇടത്തെ കൈക്ക് ഭയങ്കര കടച്ചിലായിരുന്നു. അപ്പോൾ അങ്ങനെ തിരുമ്പാനൊക്കെ ഭയങ്കര പ്രയാസം തന്നെയായിരുന്നു. ഈ കനുള്ള പുതപ്പ് വിരിപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തിരുമ്പാൻ ഭയങ്കര പ്രയാസമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് മെഷീൻ വാങ്ങാൻ നിൽക്കുന്ന സമയത്ത് പിന്നെ വയ്യാതെയും കൂടി ആയപ്പോൾ പിന്നെ മെഷീനൊക്കെ വാങ്ങിയതായിരുന്നു. അപ്പോൾ നല്ല ഉപകാരപ്പെട്ടൊരു സമയമാണ് കേട്ടോ. അപ്പോൾ ഈ വർഷക്കാലം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞങ്ങളെ അവസ്ഥ മഴക്കാലമാകുമ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ അടുക്കളയിൽ ഞാൻ അടുപ്പിൻ്റെ അവിടെയൊക്കെ നല്ല വെള്ളവും കാര്യമൊക്കെ കണ്ട് വരും കേട്ടോ, നല്ല മഴ ആവുന്ന സമയത്ത്. അപ്പോൾ ഗ്യാസ് മേലൊക്കെ അങ്ങനെ കത്തിച്ചിങ്ങാണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ അത് നമ്മൾ കുയ്യപ്പൊക്കെ ഉണ്ടാക്കിയെടുത്ത് കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി എല്ലാവരും കൂടി ചായ കുടിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കറണ്ട് പോയിട്ടുണ്ട് കേട്ടോ. കറണ്ട് പോയാൽ കത്തുന്ന ബൾബാണ് അടുക്കളയിലുള്ളത്. അപ്പോൾ വെളിച്ചമൊക്കെ കുറവാണ്. അപ്പോൾ അടുക്കളയിലും കൊലായിലൊക്കെ കറണ്ട് പോയാൽ കത്തുന്ന ബൾബൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയമൊക്കെ നിൽക്കും. പിന്നെ അടുപ്പിച്ചിട്ട് ഇങ്ങോട്ട് കറണ്ട് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരുപാട് സമയം കറണ്ട് ഉണ്ടാവില്ല, എന്നിട്ട് പിന്നെയും വരും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ വരുന്ന ഗ്യാപ്പിൽ എളുപ്പം മോട്ടർ ഇടലും കറണ്ട് ഇല്ലാതാവുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും കേട്ടോ. പിന്നെ വെള്ളം മുക്കലും പിന്നെ അതുപോലെ ഈ മഴ കൊണ്ടുള്ള എല്ലാ പണിയെടുക്കലൊക്കെ കൂടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ കാര്യം. അപ്പോൾ ഈ കാറ്റൊക്കെ അടിക്കുന്ന സമയത്ത് മരങ്ങളൊക്കെ വീണിട്ടൊക്കെയാണ് അങ്ങനെയൊക്കെ ഓരോ പ്രശ്നം വരുന്നത്. അപ്പോൾ കാറ്റടിക്കുമ്പോഴൊക്കെ നല്ല പേടി തന്നെയാണ് കേട്ടോ. മഴ വരുന്ന സമയത്ത് പെട്ടെന്ന് കാറ്റാണ് കൂടുതൽ.
അപ്പം എൻ്റെ മോള് കണ്ടില്ല വൈകുന്നേരം ഞാനിപ്പോൾ ഇത് നമ്മളെ ചായയൊക്കെ കഴിഞ്ഞ് പിന്നെ അതാ വൈകുന്നേരം ഞങ്ങൾ കൊലായിലൊക്കെ ഒരുപാട് നേരം ഇരുന്ന് അതിനെ മരുവാൻ കൊടുത്തതിന് ശേഷമാണ് ഇട്ടത്. അപ്പോൾ എൻ്റെ മോള് സ്ലേറ്റിൽ ഇത് അങ്ങനെ കുത്തി വരഞ്ഞ് കളിക്കുകയാണ്. അപ്പോൾ ഞാൻ ഓളോട് പറയുകയാണ് 1 2 എന്ന് എഴുതുന്നൊക്കെ പറയണം കേട്ടോ. ഓള് അത് എഴുതണമൊന്നുമില്ല, വരച്ചിങ്ങനെ കളിക്കുകയാണ്. അംഗനവാടിയിൽ ഇങ്ങനെ പോകുന്നുണ്ട്, 1 2 ഇങ്ങനെ പഠിച്ചിട്ടുള്ളൂ, വേറെ ഉള്ളതൊന്നും അറിയില്ല കേട്ടോ. അപ്പം ഞാൻ ഓളോർക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കും ഇങ്ങനെ എഴുതുന്നു. അപ്പോൾ ഓളെ ഇങ്ങനെ ചിത്രം വരച്ചിട്ട് കുത്തി വരച്ച് ചിത്രം വരയ്ക്കല്ല കേട്ടോ, ഇങ്ങനെ വരച്ചിട്ടൊക്കെ ഇങ്ങനെ കളിക്കും. പിന്നെ അതാ മഗ്‌രിബ് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അകത്തൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ ഇതുപോലെ കെട്ടിയിട്ടൊക്കെ ഇങ്ങോട്ട് കൊടുന്നിടലാണ് കേട്ടോ. അപ്പോൾ ഫാനിൻ്റെ കാറ്റൊക്കെ കൊണ്ടിട്ട് പിന്നെ ഉണങ്ങി കിട്ടും. വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ചോറും കറിയൊക്കെ ഉണ്ട്. അപ്പം എൻ്റെ മോനക്ക് തക്കാളി ചോറ് വേണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കൂട്ടാനത് പറ്റണില്ല എന്ന് പറഞ്ഞാൽ തക്കാളി ചോറ് ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് തക്കാളി ചോറാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു പ്ലേറ്റ് ചോറ് എടുത്തുകൊണ്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അതിക്ക് എല്ലാ സാധനങ്ങളൊന്നും ഇല്ല, പിന്നെ പുറത്തേക്ക് പോയിട്ട് കറിവേപ്പില ഇതൊക്കെ ഒന്നും എടുക്കാൻ പറ്റണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഉള്ളതൊക്കെ വെച്ചിങ്ങാണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിങ്ങാണ്ട് അതിക്കതാ കടുകൊക്കെ പൊട്ടിച്ചെടുക്കുകയാണ്. കടുകൊക്കെ പൊട്ടിയതിൻ്റെ ശേഷം ഒരു 1/4 ടീസ്പൂണോളം ഉഴുന്ന പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 പൊണ വെളുത്തുള്ളി ഉണ്ടല്ലോ, അതും കൂടി ഇങ്ങനെ കട്ട് ചെയ്ത് കാണ്ട് ഇട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. പിന്നെ പച്ചമുളകാണ്, അതും കൂടിയൊക്കെ ഒന്ന് എണ്ണയിലൊന്നും കണ്ട് വഴറ്റി കൊടുത്തതിന് ശേഷം ഒരു സവാളൻ്റെ പകുതി എടുത്തുകാണ്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഴ എത്ര പെയ്താലും പ്രശ്നമില്ല, ഈ കാറ്റാണ് ഓരോ സ്ഥലത്തുണ്ടാക്കാത്ത തെങ്ങുകളൊക്കെയാണ് നിൽക്കുന്നത്. നമ്മളെ മുറ്റത്തെ അന്ന് മുഖം ഒരിക്കലും വിചാരിച്ചിട്ടില്ല മുറ്റത്തെ തെങ്ങ്. ഉള്ളിയും തക്കാളിയൊക്കെ വാടിയിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ തീയാണ്ട് കൂട്ടി വെച്ച് കണ്ടാണ്ട് പോയപ്പോൾ ഇതിന് ചട്ടിൻ്റെ ഒരു ഭാഗം അങ്ങനെ കരിഞ്ഞ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ തക്കാളി ഇതൊന്നും കരിയായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമുക്കൊന്ന് വാടിയിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. അവൻ്റെ ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയല്ല കേട്ടോ, ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു നുള്ള് ഗരം മസാലേൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക. അപ്പോൾ മല്ലിയില എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ പൊടികളെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് ഒരു തുള്ളി ചെറുനാരങ്ങൻ്റെ നീര് ഇറ്റിച്ചു കൊടുക്കുക. അപ്പോൾ ചെറുനാരങ്ങ ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ എന്താ കട്ടിയൊരു തുള്ളി സുറുക്ക് ഇറ്റിച്ചു കൊടുത്തിട്ടോ. അപ്പോൾ അതൊക്കെ ഇറ്റിച്ചു കൊടുത്തുകൊണ്ട് പിന്നെ അതിന് ശേഷം നമുക്ക് ചോറും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറുനാരങ്ങ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രുചി തന്നെ കേട്ടോ. ഈ ചോറൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല രുചി ഉണ്ടായിരുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു കുറച്ച് കഴിച്ച് നോക്കിയിട്ട്. അപ്പം നമുക്കിവിടെ ചോറും കറി എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ മോനക്ക് തക്കാളി ചോറ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാക്കി കൊടുത്തതാണ്. അപ്പോൾ അത് അടിപൊളിയായിരുന്നു കേട്ടോ. അതുപോലെ കുട്ടികൾക്കൊക്കെ കറിയും കൂട്ടാനൊക്കെ വേണ്ട, ഇതുപോലെ ചോറ് മതി എന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ല എളുപ്പമാണ്. നമുക്ക് ചോറ് തിന്നാനായിട്ടുണ്ടായിരുന്നില്ല, ഈ ഷാ നിസ്കരിച്ചിട്ടില്ല. അപ്പോൾ ഇതിനത് ചോറുണ്ടാക്കി കൊടുത്താണ് കേട്ടോ. പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ തന്നെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. കറണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകണ കാരണം അപ്പോൾ ഫോണ് കുത്തിവെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാതെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.